ഏതായാലും അഹ്ലുസുഫയിൽപ്പെട്ട സ്വഹാബി കൂടിയാണ് അബൂ നുജൈഹ് എന്ന് വിളിക്കപ്പെടുന്ന ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു. ഹിജ്റ 75 അദ്ദേഹം വഫാത്താകുന്നത്. നബിക്ക് ശേഷം 64 കൊല്ലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അധികം പ്രായം ആയി, അധികം പ്രായം കിട്ടി, അങ്ങേയറ്റം വയസ്സായി, പറ്റേ വീട്ടിൽ നിന്നൊക്കെ പിന്നെ ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയ്ക്ക് അദ്ദേഹം മാറി. പ്രായാധിക്യം കാരണം അദ്ദേഹം അന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാം, അല്ലാഹുവേ പ്രായം കൂടി, എൻ്റെ എല്ലൊക്കെ ബലം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദൗർബല്യം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊക്കെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബീ നുജൈഹിൻ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു. അബൂ നുജൈഹ് എന്ന് വിളിക്കപ്പെടുന്ന ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറഞ്ഞു, വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇലതൻ. വഅദന ഞങ്ങളെ ഉപദേശിച്ചു. വഅദ വഅദ് പറഞ്ഞു, ഉപദേശിച്ചു. വഅദ ഉപദേശിച്ചു. വഅദ മൗഇലത്ത് ഉപദേശം അല്ലെങ്കിൽ ഇളത്ത്. മൗഇലത്ത് എന്നും ഇളത്ത് എന്നും ഉപയോഗിക്കും ഉപദേശം എന്നതിന്. വഅദ യഇദു, വഅദ ഉപദേശിച്ചു. വഅദന ഞങ്ങളെ ഉപദേശിച്ചു. വഅദന ഞങ്ങളെ ഉപദേശിച്ചു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഉപദേശിച്ചു. മൗഇലത്തൻ ഒരു ഉപദേശം, ഒരു ഉപദേശം ഞങ്ങളെ ഉപദേശിച്ചു. ചില റിപ്പോർട്ടുകളിൽ മൗഇലത്തൻ ബലീഗ എന്ന് കാണാൻ കഴിയും. സാരസമ്പൂർണമായ ഒരു ഉപദേശം നബി ഞങ്ങൾക്ക് നൽകി. അപ്പം അവരൊക്കെ വിളിച്ചുകൂട്ടി നബി കൊടുത്തൊരു ഉപദേശം. എപ്പോഴാണ്, എവിടെ വെച്ചാണെന്ന് പറയുന്നില്ല, അല്ല ഒക്കെ തന്നെ സാഹിത്യ സമ്പൂർണമായത്, സാരസമ്പൂർണമായത് ഒക്കെ തന്നെയാണ് ബലാഗ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് എവിടെ വെച്ചാണ് ഉപദേശിച്ചത്, എപ്പോഴാണ് ഉപദേശിച്ചത്, അതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ സദഹകളൊക്കെ ചർച്ചകൾ കാണാൻ കഴിയും, പക്ഷെ വ്യക്തമായി ഏതൊരു റിപ്പോർട്ടിൽ അത് ഇന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അല്ലെങ്കിൽ ഇന്ന ഉപദേശമായിരുന്നു എന്നങ്ങനെ പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇബ്നു റജബ് ഹംബലിയെ പോലുള്ള ഹദീസ് വ്യാഖ്യാതാക്കൾ സമാനമായി വന്ന റിപ്പോർട്ടൊക്കെ പാടെ ചേർത്തി വെച്ചുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ഇർബാദ് ഇബ്നു സാരിയ പറഞ്ഞ ഈ ഒരു ഉപദേശം എന്ന ചില അനുമാനങ്ങൾ അവർ പറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല, ഇബ്നു റജബ് ഹംബലി ഹദീസുകൾക്ക് വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരി എന്ന ഗ്രന്ഥം എഴുതിയ പണ്ഡിതനാണ് ഇബ്നു റജബ്. 2 ഫത്ഹുൽ ബാരി ഉണ്ട്, ഒന്ന് ഇബ്നു ഹജർ, മറ്റൊന്ന് ഇബ്നു റജബ്. 2 ഹദീസിന്റെ വ്യാഖ്യാനമാണ്, 2 ബുഖാരിയുടെ വ്യാഖ്യാനമാണ്. 2ന്റെയും പേര് ഫത്ഹുൽ ബാരി എന്ന് തന്നെയാണ്. ഒന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, മറ്റേ ഇബ്നു റജബ് അൽ ഹംബലി. ഏകദേശം രണ്ടാളും ഒരേ കാലക്കാരാണ്. നവവി ഇമാമിന്റെ 40 പൂർത്തിയാക്കിക്കൊണ്ട് 50 ഹദീസാക്കി മാറ്റി അതിന് വ്യാഖ്യാനം കൂടി എഴുതിയ ആളാണ് ഇബ്നു റജബുൽ ഹംബലി. അദ്ദേഹത്തിന്റെ പിന്നെ ഈ ഹദീസ് സമാഹാരം 40 ഹദീസ് ക്രോഡീകരിച്ചല്ലോ, അതിൽ 40 ഹദീസാണ്, 42 ഹദീസുണ്ട്. മൊത്തം 42ആണ്. നബിയുടെ 40 ഹദീസുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിലേക്ക് 8 ഹദീസ് കൂട്ടിക്കൊണ്ട് അത് 50 ആക്കുകയും എന്നിട്ട് ആ മുഴുവൻ ഹദീസുകൾക്കും അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തു. അത് ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന പേരിൽ നമുക്കിന്നത് ലഭ്യമാണ്. ജാമിഉൽ ഉലൂമി വൽ ഹിക്കം, ഈ 50 ഹദീസും അദ്ദേഹം കൊടുത്ത വിശദീകരണങ്ങൾ. ഇബ്നു റജബ് ഹംബലി ധാരാളം ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ ഒരു ആദർശ രംഗത്തെ ഏറ്റവും വലിയ ഒരു യോദ്ധാവ് കൂടിയായിരുന്നു അദ്ദേഹം. ധാരാളം ആ നിലക്കുള്ള എതിരാളികളുടെ വാദങ്ങൾക്കുള്ള ഖണ്ഡനങ്ങളൊക്കെ അദ്ദേഹം ക്രോഡീകരിച്ചത് കാണാൻ കഴിയും. അപ്പം അദ്ദേഹമൊക്കെ ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇത് ഏത് ഉപദേശമാണ്, എവിടെ ചർച്ചതാണ് എന്ന് വ്യക്തമായ റിപ്പോർട്ട് കിട്ടുന്നില്ല. പക്ഷെ സമാനമായി വന്ന മറ്റു പല റിപ്പോർട്ടുകളും വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ടത് ഏതെങ്കിലും ഒന്നായിരിക്കാം. അപ്പം മക്ക ഫത്തഹിന് ശേഷം നബി കൊടുത്ത പല ഉപദേശങ്ങളുണ്ട്. മക്ക ഫത്തഹ് കഴിഞ്ഞ് മദീനത്തേക്ക് പോകുന്ന വഴിയിൽ തന്നെ ഹും എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സഹാബത്തിനെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പ്രത്യേകമായ ചില ഉപദേശങ്ങൾ നൽകിയതായിട്ട് ഹദീസിലുണ്ട്. മദീനയിൽ വന്നതിന് ശേഷം തന്നെ ആ അവസാനത്തെ 2 മാസങ്ങളിൽ ദുൽഹിജ്ജയിലാണ് ഹജ്ജ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് മുഹറം സഫർ കഴിഞ്ഞ് റബീഉൽ അവ്വൽ നബിതങ്ങൾ വഫാത്തായി. ആ 2 മാസങ്ങളിൽ പലപ്പോഴായി നബിതങ്ങൾ നൽകിയ ചില പ്രത്യേകമായി എടുത്തു പറയപ്പെട്ട ചില ഉപദേശങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നബി ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ പോയത് പറയുന്ന ഇമാം മുസ്ലിം ഹദീസിൽ കാണാൻ പറ്റും. ഒരു യാത്ര പറയുന്ന ഒരാളെ പോലെ നബിതങ്ങൾ അവിടെ ചെന്നു, പ്രാർത്ഥിക്കാനായി ചെന്നു എന്ന് കാണാൻ കഴിയും. ഒരു യാത്ര പറഞ്ഞു പോകുന്ന
ഒരാളുടെ രീതി. നബിയുടെ പല സംസാരങ്ങളും ആ സമയത്ത് അങ്ങനെ ചില പ്രയോഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കാം ഒരു പക്ഷെ ഇവിടെ ഇർബാദ് ബിൻ സാരിയ പറഞ്ഞ ഈ ഉപദേശം. അദ്ദേഹത്തിന് മാത്രം കൊടുത്തതല്ല, വഅലനാന, ഞങ്ങൾക്ക് നബി തങ്ങൾ ഒരു ഉപദേശം നൽകി എന്നാണ് പറയുന്നത്. അപ്പൊ നബി സ്വഹാബത്തിൽ ഒന്നിച്ചിരിക്കുമ്പോൾ കൊടുത്ത ഒരു ഉപദേശമാണ്. അതും വെറുതെ ഒരു വാക്കങ്ങ് പറഞ്ഞു പോയതല്ല, നേരെ മറിച്ച് മൗഇദത്തൻ ബലീഗ, വളരെ സാരസമ്പൂർണമായ ഒരു ഉപദേശം നബി സ്വഹാബത്തിന് നൽകിയെന്ന് തന്നെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ശ്രദ്ധേയമായ ഒരു പ്രത്യേകമായ നബിയുടെ ഏതെങ്കിലും ഒരു ഉപദേശമോ ഒരു ക്ലാസ്സോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. വജ്ലത് മിൻഹൽ ഖുലൂബു വദറഫത് മിൻഹൽ ഉയൂൻ. വജ്ലത് മിൻഹ, ആ ഉപദേശത്തിനാൽ ഭയപ്പെട്ടു, അൽ ഖുലൂബു, ഹൃദയങ്ങൾ പേടിച്ചു, വദറഫത് മിൻഹ, അതിനാൽ നിറഞ്ഞൊഴുകി, അൽ ഉയൂൻ, കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുകയും ചെയ്തു. അപ്പൊ നബിയുടെ അന്നത്തെ ആ ഉപദേശം കേട്ടപ്പോ അവിടെ കൂടിയവർക്കെല്ലാം മനസ്സിന് വല്ലാത്തൊരു ഭയം അനുഭവപ്പെടുകയും അവരൊക്കെ കരയുകയും ചെയ്തു എന്നർത്ഥം. അപ്പൊ എല്ലാവരും കരയുമാറ്, എല്ലാവർക്കും മനസ്സ് നടുങ്ങുമാറുള്ള ഒരു വല്ലാത്ത ഉപദേശമാണ് അന്നത്തെ ആ സദസ്സിൽ വെച്ച് നബി തങ്ങൾ അവർക്ക് നൽകിയത്. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇദത്തു മുവദ്ദിഇൻ, കഅന്നഹാ മൗഇദത്തു മുവദ്ദിഇൻ, ഒരു യാത്ര പറയുന്ന ഒരാൾ ഉപദേശിക്കും പോലെ ഉണ്ടല്ലോ നബിയെ താങ്കളുടെ ഈ ഉപദേശം. കഅന്നഹാ, ഇതായതുപോലെയുണ്ട്, മൗഇദത്തു മുവദ്ദിഇൻ, മുവദ്ദിഇ യാത്ര ചോദിക്കുന്നവൻ, വിടവാങ്ങൽ, വിടവാങ്ങുന്ന ഒരാള് ഉപദേശിക്കും പോലെ ഉണ്ടല്ലോ നബിയെ താങ്കളുടെ ഈ ഒരു ഉപദേശം എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ നബിയുടെ ആ ഒരു ഉപദേശം കേട്ടപ്പോ ഒരു വിട പറഞ്ഞു പോകുന്ന ഒരാൾ ഉപദേശിക്കും പോലെ, തൗദീഅ്, യാത്ര പറഞ്ഞിറങ്ങുക, വിട പറയുക. ആ വിട പറയുമ്പോഴുള്ള സംസാരങ്ങൾക്ക് പ്രത്യേകമായ ചില വൈകാരികത ഉണ്ടാവും. അപ്പൊ എവിടുന്നാണെങ്കിലും ഒരു കുറെ കാലം വസിച്ച സ്ഥലത്ത് നിന്ന് നമ്മൾ യാത്ര പറഞ്ഞ് അവിടുന്ന് പോവാണ്, ഇപ്പൊ ഗൾഫിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു, അല്ലെങ്കിൽ ദീർഘമായ ഒരു വർഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം പിന്നെ അവിടുന്ന് ഇറങ്ങി ഒഴിവായി പോകുന്നു. അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു സെൻഡ് ഓഫ്, വിടവാങ്ങൽ, അതൊരു വൈകാരികതയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നബിതങ്ങളും ഹജ്ജത്തുൽ വിദാഇൽ വെച്ച് പറഞ്ഞതാണ്. ഹജ്ജത്തുൽ വിദാഇ പേരിനതാണ് വിടവാങ്ങൽ ഹജ്ജ്, ഹജ്ജത്തുൽ വിദാഇ, വിടവാങ്ങൽ ഹജ്ജ്, അതാണ് ഹജ്ജത്തുൽ വിദാഇ. അവിടെ വെച്ച് നബിതങ്ങൾ പ്രത്യേകമായ ചില ഉപദേശങ്ങൾ നൽകി. അന്ന് നബിതങ്ങൾ പറഞ്ഞു, ഒരു പക്ഷേ ഇക്കൊല്ലം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇങ്ങനെ കണ്ടുമുട്ടണമെന്നില്ല, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇനി ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി അന്ന് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയത്. ചില സ്വഹാബിമാരെ നബി തങ്ങൾ യാത്രയാക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായി പിന്നെ മുആദ് അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മുആദ്, ഇനി പക്ഷേ നീ തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശങ്ങൾ നൽകിയതായിട്ട് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ നബി തങ്ങൾ പലപ്പോഴായി നൽകിയിട്ടുണ്ട്.